കോഴ്സ് നന്നാവട്ടെ. എക്സ്പോഷ്യ 20 നാം അറിയേണ്ടത് ചെയ്യേണ്ടത് എന്ന പ്രോഗ്രാമിന്റെ 5ാം ദിനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊറോണ എന്ന മഹാമാരിക്കെതിരെ നാം പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. കരിയർ ഗൈഡൻസ് എന്ന വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് GHSS പുലാമന്തോൾ കൊമേഴ്സ് അധ്യാപകനും കരിയർ ഫാക്കൽറ്റി കാഡറ്റ് നോഡൽ ഓഫീസറുമായിട്ടുള്ള ധന്വി സാറാണ്. സാറിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. വെള്ളിയഞ്ചേരി ASM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഒരുക്കുന്ന എക്സ്പോഷ്യ 2020 ഭാഗമാകാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഈ സമയം എന്ന് പറയുന്നത് ഒട്ടും രസമില്ലാത്തൊരു സമയമാണ്. കാരണം കാണുന്ന ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, നീ എന്താ ചെയ്യാൻ പോകുന്നു, ഏത് കോഴ്സിനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുക? ഇതിന്റെ ഉത്തരം നേടിയിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഉത്തരം കിട്ടുമോ? കുറേ വീഡിയോസ് നമുക്ക് കിട്ടും. +2 ശേഷം ഇനി എന്ത്, SLCക്ക് ശേഷം ഇനി എന്ത്, ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങളുമായിട്ടുള്ള കുറേ വീഡിയോസ് കാണാം. അല്ലെങ്കിൽ കുറേ ആളുകളോട് സംശയം ചോദിക്കാം. ഇപ്പോഴൊക്കെ കുറേ കോഴ്സുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. സയൻസ് കഴിഞ്ഞാൽ ഇത്ര കോഴ്സുകൾക്ക് പോകണം, ഇതിന്റെ എൻട്രൻസുകൾ എഴുതണം, JEE, NEET, KEAM. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ CA, CS, CMA. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ BA ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിൽ സർവീസ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസുമായിട്ട് കൺഫ്യൂസ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ, ഒരു കരിയർ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഒട്ടും എളുപ്പമല്ല ഇതിന് ഉത്തരം. നമ്മൾ വിചാരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡിനെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്ത് കോഴ്സ് സർ ഞാൻ എടുക്കണം? അപ്പോൾ അയാൾ പറയും, ഇന്ന കോഴ്സിന് പോയിക്കോളൂ. വളരെ സിമ്പിളാണ്. അത്തരത്തില് സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. കാരണം നമ്മൾ ചില ബസ്സിലൊക്കെ ബുക്ക് വെക്കാൻ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല. സമ്പന്നനാവാനുള്ള എളുപ്പ വഴികൾ, 10 രൂപ പുസ്തകം. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്താ പിന്നെ ഇയാൾക്ക് ആ പുസ്തകമായിട്ട് വായിച്ച് സമ്പന്നായിക്കൂടെ, ഇതിന് വെറുതെ പുസ്തകം വിൽക്കാൻ നടക്കുന്നത്? അതുപോലെ വളരെ പെട്ടെന്ന് ഇതിനൊരു ഉത്തരം കിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കൺഫ്യൂഷൻ തീർക്കണം. എങ്ങനെ തീർക്കാം ഈ കൺഫ്യൂഷൻ? ആ കൺഫ്യൂഷൻ തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യമായി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം. ഈ പ്ലാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ കഴിവുകളെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ഹി ഹു ഫെയിൽസ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കഥ ഓർമ്മ വരുന്നത്. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കുണ്ടായിരുന്നു. വളരെ സൂത്രശാലിയായിട്ടുള്ള ഒരു കുറുക്കൻ. 2 കൂട്ടുകാര്, ഒരു പൂച്ചയും ഒരു ആമയും. ഒരു ദിവസം രാവിലെ പൂച്ചയും ആമയും കൂടി കുറുക്കന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ പേടിച്ചിട്ട് പറഞ്ഞു, കാട്ടില് കുറെ വേട്ടക്കാർ വന്നിട്ടുണ്ട്. അവര് കാണുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലാണ്. അപ്പൊ നമുക്ക് വേഗം രക്ഷപ്പെടണം, അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം. അപ്പൊ കുറുക്കൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല. കുറുക്കൻ ചോദിച്ചു, പൂച്ചയുടെ പ്ലാൻ എന്താ? അപ്പൊ പൂച്ച പറഞ്ഞു, എനിക്ക് ആ ഒരൊറ്റ പ്ലാന്, ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാനറിയൂ. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ ഏതെങ്കിലും ചെടിയുടെയോ മരത്തിന്റെയോ എവിടെയെങ്കിലും മറവിൽ ഒളിച്ചിരിക്കും. അവർ പോയാൽ പതുക്കെ പോകും. ഈ ഒരൊറ്റ പ്ലാൻ കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിക്കുന്നത്. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ആമയോട് ചോദിച്ചു. ആമ പറഞ്ഞു, എനിക്കും അതൊരു പ്ലാനേ ഉള്ളൂ. ആരെങ്കിലും വന്നാൽ ഞാൻ എൻ്റെ തലയും കാലും ഒക്കെ ഉള്ളിലേക്ക് വലിച്ച് ഒളിച്ചിരിക്കും. അപ്പൊ എന്നിട്ട് ഇവര് കുറുക്കനോട് ചോദിച്ചു. കുറുക്കൻ ഭയങ്കര സൂത്രശാലിയും ബുദ്ധിശാലിയും ഒക്കെ ആണല്ലോ. കുറുക്കനോട് ചോദിച്ചു, എന്താ കുറുക്കന്റെ പ്ലാൻ? കുറുക്കൻ പറഞ്ഞു, എനിക്ക് അതിനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് വേട്ടക്കാര് വരികയാണെങ്കിൽ എനിക്ക് ഓടി രക്ഷപ്പെടാം, ഓടാനറിയാം, ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നീന്താൻ അറിയാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മണ്ണൊക്കെ വാരിയെറിഞ്ഞ് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ അത് അപ്പോൾ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യും. പെട്ടെന്ന് കാട്ടിൽ വെടിവെച്ച് കേട്ടു. വേട്ടക്കാര് വരുന്നത് മനസ്സിലായി. പൂച്ച വേഗം ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. ആമ തലയും കാലും ഒക്കെ ഉള്ളിലേക്ക് വലിച്ച് ഒരു പാറയുടെ അടിയിലിരുന്നു. കുറുക്കൻ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനായി. കുറുക്കന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറുക്കൻ ആദ്യം ഓടാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും വേട്ടക്കാര് മുമ്പിലെത്തി. ഒളിച്ചിരിക്കാൻ സ്ഥലം കിട്ടിയില്ല. വേട്ടക്കാര് കുറുക്കനെ വെടിവെച്ചു. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഏതാണ് നമുക്ക് പറ്റിയത് എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷൻ
സെലക്ട് ചെയ്യണമെങ്കിൽ, കരിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഒരു കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ ലൈഫ് പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. കരിയർ പ്ലാൻ ചെയ്യുന്നതിന് 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഹു ആം ഐ, വാട്ട് ആർ മൈ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ ആരാണ് എന്ന് സ്വയം തിരിച്ചറിയുക. എങ്ങനെയാണ് നമ്മൾ ആരാന്ന് സ്വയം തിരിച്ചറിയുക? നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് തിരിച്ചറിയുക, നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. ഇത് പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ദിവസം 10 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. ഇപ്പം ഏതായാലും പരീക്ഷയെ കഴിഞ്ഞ് എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയമല്ലേ, ഒരു ദിവസം 10 മിനിറ്റ് ഇരുന്ന് ആലോചിക്കുക. ഞാൻ ആരാണ്? കേൾക്കുമ്പോൾ തമാശയൊക്കെ തോന്നും, ഞാൻ ആരാണെന്ന് ആലോചിക്കണം. പക്ഷെ എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എനിക്കുള്ളത്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്? നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണിത്. സെൽഫ് അസസ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ പരീക്ഷകൾ നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. ടീച്ചേഴ്സ് പരീക്ഷ നടത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്ന് വേണ്ട നാളെ മതി. കാരണം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്, നമുക്ക് മാർക്ക് കുറയോ, മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ മാർക്ക് കൂടുമോ. അപ്പൊ സെൽഫ് അസസ്മെന്റ് നമുക്ക് അത്ര താല്പര്യമില്ല. എങ്കിലും ഒരു കരിയർ പ്ലാനിങ്ങിനായി നിങ്ങൾ അത് ചെയ്തേ പറ്റും. കരിയർ പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിലാണ് താല്പര്യം, നിങ്ങൾ ഇതുവരെ പഠിച്ച വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത്. പഠിച്ച വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, മാത്സ് ആവട്ടെ, അക്കൗണ്ടിങ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ഏത് വിഷയമാണെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്. ചിലപ്പോൾ നിങ്ങൾ +2 പഠിച്ച ഒരു വിഷയം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ മേഖലകളിൽ ഏതാണ് താല്പര്യമുള്ളത്? മേ ബി ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം, പാട്ടുപാടാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങളുടെ താല്പര്യമുള്ള മേഖലകൾ ഏതാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ വ്യക്തിത്വം. ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോരുത്തരും ഓരോ തരത്തിൽ കഴിവുള്ളവരായിരിക്കാം, ഓരോ തരത്തിലുള്ള ശീലങ്ങളുള്ളവരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ശീലങ്ങൾക്ക് പറ്റിയ ഒരു കരിയർ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നമുക്ക് എത്ര ആലോചിച്ചിട്ട് നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് സഹായിക്കുന്ന പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇന്ന് നിലവിലുണ്ട്. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തന്നെ KDAT എന്ന പേരിൽ, കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പേരിൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളും ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് നമ്മുടെ അഭിരുചി തിരിച്ചറിയാൻ കഴിയും. കരിയർ പ്ലാനിങ്ങിൽ ആദ്യത്തെ സ്റ്റേജാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ തിരിച്ചറിയുക. നോയിങ് യുവർ സെൽഫ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. കരിയർ പ്ലാനിങ്ങിൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വാട്ട് ഡു ഐ വാണ്ട്, വാട്ട് ആർ മൈ ഓപ്ഷൻസ്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞു, സ്വയം അനലൈസ് ചെയ്തു, നിങ്ങളുടെ മേഖല ഏതാണ് എന്നതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് വേണ്ടത് വാട്ട് ഡു ഐ വാണ്ട്, നമ്മൾ എന്തായി തീരണം, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ മൈ ഓപ്ഷൻസ്. ഇത് ഒന്നാമത്തെ സ്റ്റേജിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സ്റ്റേജാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഒരു മേഖല നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ നിങ്ങൾക്ക് എന്താവണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്കൊരു അക്കൗണ്ടന്റ് ആവാനാണ് താല്പര്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖല ഒരു അക്കൗണ്ടന്റിന്റെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അക്കൗണ്ടന്റ് ആവാം. നിങ്ങൾക്കൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജർ ആവാം, ചീഫ് അക്കൗണ്ടന്റ് ആവാം, അതല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് ക്ലർക്ക് ആവാം, ഒരു ടാക്സ് പ്രാക്ടീഷണർ ആവാം, ഒരു കമ്പനി സെക്രട്ടറി ആവാം. അപ്പം ഇത്തരത്തിലുള്ള ഏത് മേഖലയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഇന്റർനെറ്റും മറ്റുള്ള കരിയറുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അക്കൗണ്ടിങ് എന്ന പ്രൊഫഷന് വേണ്ടി എന്തെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്. CA പോവാം, CS എടുക്കാം, CMA, ACCA, BCom, MBA, ഫിനാൻസ് തുടങ്ങി പല മേഖലകളിലും പല കോഴ്സുകളും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാൻ വേണ്ടി ചെയ്യാം.
ഇതിൽ ഏതാണ് നല്ല കോഴ്സ് എന്ന്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനാദ്യം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജോലിയാണ്, ഏത് ജോബ് പ്രൊഫൈലാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഹൈ സാലറീഡ് ആയിട്ടുള്ള ജോലിയാണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് വർക്ക് ചെയ്യാനാണോ താല്പര്യം, അതോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാനാണോ താല്പര്യം? അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായി തീരണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് നിങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗങ്ങൾ, ഇൻഫർമേഷൻ ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരൊറ്റ ഓപ്ഷനാണ്. കരിയർ ഓപ്ഷൻ ഷുഡ് ബി ദർ, ബട്ട് കരിയർ ഷുഡ് നോട്ട് ബി ആൻ ഓപ്ഷൻ. കരിയർ പ്ലാനിങ്ങിൽ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഹൗ ഡു ഐ ഗെറ്റ് ദർ ബട്ട് ഐ എം വില്ലിംഗ് ടു ഡു. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കരിയർ ഓപ്ഷൻ, ആ കരിയറിൽ എത്തിച്ചേരാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിലേക്കുള്ള റൂട്ട് എന്താണ്, എങ്ങനെ ആ കരിയറിൽ എത്തിച്ചേരാം എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിന്റെ കൃത്യമായിട്ടുള്ള വഴി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. +2 കഴിഞ്ഞതിന് ശേഷം CA ഫൗണ്ടേഷൻ എഴുതണം, CA ഇന്റർമീഡിയറ്റ്, ദെൻ ആർട്ടിക്കിൾഷിപ്പ്, CA ഫൈനൽ, അതിനുശേഷം നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. ഈ റൂട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, അതിന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹൗ ഡു ഐ ഗെറ്റ്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകേണ്ടത്, എങ്കിൽ മാത്രമേ ആ കരിയറിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടു ഡു ടുഡേ. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് എന്തോ അതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതിനാൽ മൂന്നാമത്തെ ഈ സ്റ്റേജിൽ പറയുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സിലേക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. കരിയർ പ്ലാനിങ്ങിന്റെ അവസാനത്തെ സ്റ്റേജ്, വാട്ട് ഈസ് മൈ പ്ലാൻ ടു ഗെറ്റ് മൈ ഗോൾ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗോളിൽ എത്തിച്ചേരാൻ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കരിയർ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിലെത്താനുള്ള റൂട്ട് നമുക്കറിയാം. ഇനി ആ റൂട്ടിൽ എത്തിച്ചേരാൻ, നമ്മൾ ഉദ്ദേശിച്ച ആ ഗോളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ പഠന രീതി, ഓരോ കോഴ്സിനും ഓരോ തരത്തിലുള്ള പഠന രീതികളാണ് വേണ്ടത്. ചിലപ്പോൾ ചില കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാമുകൾ ഉണ്ടായിരിക്കാം, അതിന് കോച്ചിങ്ങിന് പോകേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി. പല കോഴ്സുകളുടെയും ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കാം. അത് എങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആക്കാനുണ്ടോ, ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ പ്ലാനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഈ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു കരിയർ പ്ലാനിങ് അവസാനിക്കും. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. ഒന്നാമത്തെ സ്റ്റേജ്, ഹു ആം ഐ, ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. ആ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് എത്താനുള്ള റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. എല്ലാവരും ഇന്നു മുതൽ തന്നെ കരിയർ പ്ലാനിങ് ആരംഭിക്കുക. ഒരു ദിവസം കുറച്ച് സമയം അതിനായി മാറ്റിവെക്കുക. നിങ്ങൾ ഇപ്പോൾ മാറ്റിവെക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കും എന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി കൃത്യതയോടുകൂടി ചെയ്യുക. ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട്, ഐ കൻ നോട്ട് ഡു എവറിത്തിങ്, ബട്ട് ഐ ക്യാൻ ഡു സംതിങ്. ഐ മസ്റ്റ് നോട്ട് ഫെയിൽ ടു ഡു ദ സംതിങ് ദാറ്റ് ഐ ക്യാൻ ഡു. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Wish you good luck and all the very best. Thank you.